മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഷൊർണൂർ മാനസ ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിന് ഷൊർണൂർ പരുത്തിപ്ര ചേത്തലമന വൈഷ്ണവ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച പഞ്ചാരിമേളം ജനശ്രദ്ധയാകർഷിച്ചു. 72 വയസ്സ് മുതൽ 13 വയസ്സുകാരുൾപ്പെടെയുള്ള 12 അംഗ സംഘമാണ് പഞ്ചാരിമേളം അവതരിപ്പിച്ച് കയ്യടി നേടിയത്. കലാമണ്ഡലം മുൻ അക്കാദമിക് കോർഡിനേറ്റർ പ്രൊഫസർ CM നീലകണ്ഠൻ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 72 വയസ്സ് മുതൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അടങ്ങുന്ന സംഘമാണ് പഞ്ചാരിമേളം അവതരിപ്പിച്ചത്. പ്രസ്സിൽ ജോലി ചെയ്യുന്ന സുമതിയും, സയന്റിഫിക് ഓഫീസർ വിഷ്ണു പ്രസാദ്, ഓട്ടോറിക്ഷ ഡ്രൈവർ, പെയിന്റിംഗ് തൊഴിലാളി അങ്ങനെ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന 12 അംഗ സംഘമാണ് പഞ്ചാരിമേളം അവതരിപ്പിച്ച് കയ്യടി നേടിയത്. 2019 മുതലാണ് ഇവർ ചെണ്ടമേളം അഭ്യസിക്കാൻ തുടങ്ങിയത്. തൃത്താല ശങ്കരകൃഷ്ണൻ ആശാന്റെ കീഴിലായിരുന്നു പഞ്ചാരിമേളം അഭ്യസിച്ചത്. തുടർന്ന് വിവിധ വേദികളിലും ക്ഷേത്രങ്ങളിലും അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ ഷൊർണൂർ മാനസ ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിൽ പഞ്ചാരിമേളം അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇവർ പറയുന്നു. തങ്ങളുടെ ഗ്രാമത്തിന്റെ കൂട്ടായ്മയാണ് ഇത് എന്നും മതസൗഹാർദ്ദ കൂട്ടായ്മ കൂടിയാണെന്നും നീലകണ്ഠൻ മാസ്റ്റർ പറഞ്ഞു. ഗ്രാമത്തിൽ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകാൻ വേണ്ടിയുള്ള ഇത്തരം കൂട്ടായ്മ ഞങ്ങൾക്കെല്ലാം വളരെ ആഹ്ലാദം തരുന്നു, ഒരു ഒത്തൊരുമ ഉണ്ടാക്കുന്നു, ഞങ്ങൾക്ക് ഊർജം തരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സുമതി പ്രസ്സിൽ ജോലിയുള്ള ഒരു വനിതയാണ്. അവരുടെ കുടുംബ പ്രശ്നങ്ങളുടെ ഇടയ്ക്കും ഞങ്ങളോടൊപ്പം കൂട്ടായ്മയായിരുന്നു. ജോർജ് പോസ്റ്റ് ഓഫീസിൽ റിട്ടയർ ചെയ്ത ജീവനക്കാരനാണ്. അദ്ദേഹം ഇതിൽ മുൻപന്തിയിലുണ്ട്. സയൻറ്റിസ്റ്റായ CN വിഷ്ണുപ്രസാദ്, പിന്നെ ബാലകുമാരൻ, വിനോദ്, അവരെല്ലാം ഓട്ടോറിക്ഷ തൊഴിലാളി, പെയിൻറ്റിംഗ് തൊഴിലാളികളൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾക്ക് ശക്തി വരുന്നത് ചെറിയ വിദ്യാർത്ഥികൾ, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, അഭിഷേക്, അതുൽ രാജ്, അതുപോലെയുള്ളവർ. ചടങ്ങിൽ 12 പേരെയും പൊന്നാടയും മെമന്റോയും നൽകി ആദരിച്ചു. VCV ന്യൂസ്, ഷൊർണൂർ. You are watching VCV News.